ഹൈലൈറ്റിൽ നിന്ന് ഇറങ്ങി എന്നിട്ട് കോഴിക്കോട് പോകണം. കോഴിക്കോട് പോകല്ലേ? കോഴിക്കോട് പോകണേ. എന്താ ലഭ്യ അഭിപ്രായം? ഒറ്റ മൈൻഡ് ലഭ്യക്ക് ഒറ്റ ഇതായാലേ അവിടെ കോഴിക്കോട് പോയിരിക്കും അല്ലേ? പോലെ അതെ, നമ്മൾ കോഴിക്കോട് നേരെ കോഴിക്കോട് പോയി. ഇപ്പോൾ തലപ്പാറ ഇനി കോഴിക്കോട് പോയി. അതായത് ഇനി ഇങ്ങനെ ഒരു അവസരം കിട്ടുമോ എന്നറിയില്ല. അതായത് റാസി പോവണേ, ലഭ്യ പോകണം, കോട്ടക്കലാക്കി. എൻ്റെ കോഴിക്കോട് ഞങ്ങൾ നാളെ പോകാമെന്ന് വിചാരിച്ച്. അപ്പോൾ ഇങ്ങനത്തെ അവസരങ്ങൾ ഇനി കിട്ടുമെന്ന് അറിയില്ല. ലവ്യ പോകണം, റാജി പോകണം, ഞാനും പോകണം. അപ്പോൾ കോട്ടക്ക് പോകല? കോട്ടക്കല സംഭവം രണ്ടുപേരെ ദൂരമാണ്, വലിയ വ്യത്യാസമൊന്നുമില്ല. എന്നാലും കട്ട് ചെയ്യണം കാരണം ഇപ്പോൾ ഗൂഗിൾ ഈ നാട് റൂട്ടിൽ എന്നെ പിടിച്ചെത്തിക്കാണ്ട് ഗൂഗിൾ മാപ്പ് തുറന്നാട് സാധനം കാണിച്ചു തരാണ്. ഇതിനൊക്കെ എന്താ പറയുന്നത്? കോട്ടക്ക് 17 രവി കുട്ടീനായിട്ട് സൊള്ളി ഇവിടെ ഉണ്ടായിരുന്ന ആളാ. ഇങ്ങനെ പോയിക്കാണ്ട് അങ്ങനെ പോയിതാ അങ്ങനെ വന്നിട്ട് ഇപ്പതാ ഇങ്ങനെ വന്ന് ഇവിടെത്തി. എന്ത് ജാതി സൊള്ളല്ലോ അറിയോ? എന്താ ഏറെ ചീരക്കാക്കോ കള്ളൻ. ഇനിയിപ്പോൾ ചിലപ്പോൾ ഇനിയിപ്പോൾ പോകാൻ ചിലപ്പോൾ ഇവിടുന്ന് അങ്ങോട്ട് ഹൈലൈറ്റ് കാണാൻ ഇവിടെ ഇറക്കിക്കാണ്ട് പോയാൽ തന്നെ എന്നാൽ ഹൈലൈറ്റൊക്കെ നടന്നാണ്ട് വരും. ഇനി അത്രക്കും നമ്മളിവിടെ പോസ്റ്റ് അടിച്ച് ഇങ്ങനെ നിൽക്കുക. ആദ്യം ചോദിച്ചൊരു ചോദ്യമാണ്, എന്തിന് ഇതൊക്കെ മണ്ണിട്ട് പൊക്കിയത്? എല്ലതും പില്ലർ വെച്ചുകാണ്ട്, അതായത് ട്രിവാൻഡ്രം തൊട്ട് കാസർഗോഡ് വരെ പില്ലർ വെച്ച് പൊക്കിക്കൂടേനാണ്. അതെ, അതിൻ്റെ അതെന്താണ് അതിൻ്റെ കാര്യങ്ങൾ പറഞ്ഞാൽ? ഒന്നാമത് കേരളത്തിൻ്റെ അത്രയും ഡെൻസിറ്റി ഉള്ളൊരു പോപ്പുലേഷൻ ഉള്ളൊരു സ്റ്റേറ്റിൽ ഇത്രയും ഓരോ പീസ് ഓഫ് ലാൻഡിന് വാല്യൂ, ഇത്രയും വില ഉണ്ട്, മോണിറ്ററി വാല്യൂ ഉണ്ട്, വേറെ കുറേ വില ഉണ്ട്. അവിടെ ഈ മണ്ണിട്ട് പൊന്തിച്ചാൽ അത്ര നല്ലതല്ല. അതെ, നല്ലതല്ല. അത്രയും സ്പേസ് നമ്മൾ മിസ്സാവണം. പില്ലർ ഇട്ടാൽ 2 പില്ലറിൻ്റെ നടുവിൽ കുറച്ച് സ്ഥലം ഉണ്ടാവും. അടിയിൽ എത്ര സ്ഥലം നമുക്ക് ഇവിടെ പാർക്കിങ്ങിന് യൂസ് ചെയ്യാം. അതെ, കുട്ടികൾക്ക് വേണമെങ്കിൽ മറ്റേ ക്രിക്കറ്റോ മറ്റൊക്കെ ഇട്ടിട്ട് മറ്റേതിന് യൂസ് ചെയ്യാം. ഇന്ത്യയിൽ വേറെ ഇപ്പോൾ ഈ നഴ്സറി ഗാർഡൻ വരെ ആൾക്കാർക്ക് വേണമെങ്കിൽ തുടങ്ങാം. അതെ, ഇതിപ്പോൾ ഒന്നുമില്ല, അവിടെ മണ്ണിട്ട് അവിടെ ഇങ്ങനെ കിടക്കണ സ്ഥലം. എന്തിനാ ഇതൊക്കെ ഈ ഗവൺമെൻറ്റിന് പറഞ്ഞാൽ മതി അല്ലേ? ഈ പരിപാടി നടക്കും. ചെന്നൈ, ഹൈദരാബാദ്, കുറേ തരിശുഭൂമിയുള്ള സ്ഥലത്ത് ഇവിടെ അതിൻ്റെ ആവശ്യമില്ലേ? ഇവിടെ അല്ലെങ്കിൽ മണ്ണ്, കേരളത്തിൻ്റെ മണ്ണ് ഇങ്ങനെയാണ്. അതിനനുസരിച്ച് പോലും മറ്റേ പില്ലറ് വീണോ, പില്ലർ ഇട്ട് പൊന്തിച്ച് ഇങ്ങനെ കൊണ്ടുപോകണം. കുറച്ച് ചിലവ് കയറും, പക്ഷേ ഒരു 50-60 വർഷത്തേക്ക് കേരളത്തിൻ്റെ ഭൂപ്രകൃതിക്ക് അതൊക്കെ നല്ലത്. അതെ ഓ പറഞ്ഞ 100% ഞാൻ യോജിക്കുന്നു. പിന്നെ ഈ റോഡ് ഉണ്ടാക്കിയവർക്ക് ഒരു ഇത് കൊടുക്കണം. നമുക്ക് നീന്താൻ വരണമെങ്കിൽ നീന്താൻ വരെ നമുക്ക് ഹൈവേമേ ഇറങ്ങിയാൽ നമുക്ക് നീന്താനുള്ള ഇതുണ്ട്. പിന്നെ വണ്ടിയിട്ട് ബൈക്കായിട്ട് പോകണമെങ്കിൽ നമ്മൾ തോണി കൂടെ പോകണ ഫീൽ കിട്ടും അല്ലേ? അത്രക്കും ഒരു 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 മികച്ച ഇതോടെയാണ് ഈ ഹൈവേ ഉണ്ടാക്കിയിട്ടുണ്ട്. വേണമെങ്കിൽ കുട്ടികളായിട്ട് നീന്താൻ പഠിപ്പിച്ചാണെങ്കിൽ നേരെ ഈ ഹൈവേമൊക്കെ വരിക, അവിടെ ഒരു വണ്ടി നിർത്തുക, അവിടെ കണ്ട വെള്ളം പൊങ്ങിക്കണേ, അവിടെ നീന്താൻ പഠിച്ചാൽ. പിന്നെ വേണമെങ്കിൽ മറ്റേ നമുക്ക് ബൈക്കായിട്ട് പോവാം, കറക്റ്റ് കാലിൻ്റെ അവിടെ വരെ വെള്ളം ഉണ്ടാവും. ആ തോണി കൂടെ പോണ ഫീലും. അതെ അതെ, ഇത് ഞാൻ പറഞ്ഞു ഹൈദരാബാദ് അങ്ങനത്തെ ഭൂമിയിൽ കാലാവസ്ഥയുള്ള സ്ഥലത്തൊക്കെയാണെങ്കിൽ പ്രശ്നം ഉണ്ടാവില്ല. കേരളത്തിൽ നല്ല മഴ കിട്ടുന്ന സ്ഥലമാണ്, അങ്ങനത്തെ മണ്ണാണ്. അവിടെയുള്ള സ്ഥലത്ത് ഇങ്ങനെ ഹൈവേ ഇങ്ങനെ മണ്ണിട്ട് കൊണ്ടിരിച്ചാൽ ഡ്രെയിനേജ് സംവിധാനം ഇല്ലെങ്കിൽ ഹൈവേയിൽ വെള്ളം നിറയും, മറ്റേ കുറേ അപകടങ്ങളുണ്ടാവും. പിന്നെ NH ശരിക്കും 60 മീറ്റർ വീതിയ വേണ്ടത്, കേരളത്തിൽ 45 മീറ്റർ ഉള്ളൂ. കാരണം എന്താ പറയുക പറഞ്ഞത്, ഇവിടെ സ്ഥലത്തിന് വില കൂടുതലാണ്. പക്ഷേ അതിൻ്റെ ആപത്തുകൾ നമ്മൾ അനുഭവിച്ചിട്ടുണ്ട്. സർവീസ് റോഡ് മര്യാദയ്ക്കില്ല, വേറെ പ്രശ്നങ്ങൾ എന്ത് ചെയ്യാം. നമ്മളെ ജനറേഷൻ അല്ല, അടുത്ത ജനറേഷൻ. അതെ, അനുഭവിക്കണേ നമ്മളെ ജനറേഷനല്ല. അടുത്താണെങ്കിൽ നമ്മൾ റാസിനെ ഇവനെ നമുക്ക് ഇതിനെ സ്റ്റഡി ചെയ്ത് ഇവനെ നിർത്തണേന്, ഇവനൊക്കെ നിർത്തിക്കണമെങ്കിൽ ഇത് ഹൈ ലെവൽ സാധനമായിന്. ഇവിടെ ഇതൊക്കെ പൊന്തിക്കാണ്ടല്ലോ, ഫുള്ള് പില്ലറേക്കാരം, അടിപൊളി സെറ്റ്. ഞാൻ ഇങ്ങനെ 2 പോസ്റ്റ് ഇട്ടു, എന്നിട്ട് റോപ്പ് വേ ആൾക്കാർക്ക് ഞാൻ റോപ്പ് വേ ഇത്രക്കും ബുദ്ധിയുള്ളൊരു ആളാണ് നമ്മളപ്പോൾ ഉള്ളത്. ആ ഒരു ഞാൻ പറഞ്ഞ എന്താ പറയുക വെച്ചാൽ അവനക്ക് ആ ഒരു സാധനമില്ല. ഏത് അതിൻ്റെ ഒരു അഹങ്കാരമില്ല രണ്ടാക്കും. ഞാൻ ഇവലെ നടുവിലാണ് ഞാൻ നിൽക്കേണ്ടത്. അപ്പം നിങ്ങൾ ഇതിൻ്റെ അവസ്ഥ ആലോചിക്ക്. അല്ല ഒറ്റ ബാക്കിലല്ലേ കണ്ടാ, ഇതേപോലത്തെ ചളികൾ എപ്പോഴും കണ്ടാ. അതാണ് ഞാൻ പറഞ്ഞത് ഇങ്ങനത്തെ അല്ലാതെ മോനെ റോങ് ആണല്ലോ. ആദ്യം കോഴിക്കോട് പറഞ്ഞു ഹൈലൈറ്റ് ഇട്ട് കണ്ട്, പിന്നെ പറഞ്ഞെന്ത്
ഇവിടെ നമ്മളെ ഇവിടെ പറഞ്ഞേ കോട്ടക്കൽ പറഞ്ഞു. അവിടെ നിന്നല്ല, ആ തിരിച്ചവിടെ നിന്ന് ഒരു 10 മീറ്റർ ഇവിടെ ഒരു കഫേ ഉണ്ട്, സൂഫ കഫേ. സൂഫ് കഫേ. ലാസ്റ്റ് അങ്ങോട്ടാക്കി. ഇത്രയും മടിയുള്ള എന്ത് മടിയല്ല, നമ്മളെ ജീവിതത്തിൽ എപ്പോഴും നമുക്ക് ഏറ്റവും പെട്ടെന്ന് അനുയോജ്യമായി ചെയ്യാൻ പറ്റുന്ന സാങ്കല്പികമായ ലിബറൽ ആശയങ്ങൾക്കെതിരെയുള്ള ഒരു അതെ എടാ, ഇത്രക്കും അതമ്പതിച്ച ബുദ്ധികളാണ് ഇവിടെ ഉള്ളത്. അത് നമുക്ക് പേടില്ലല്ലോ, നമുക്ക് പേടില്ല, നമ്മൾ എവിടെയും കയറും. സംഭവം കഫേ രസം കിട്ടാം അങ്ങനെ, പക്ഷെ ചെറുതാണെങ്കിലും കസാലൊക്കെ പഴയ കസാല. ഏതാ സെറ്റപ്പ് കസാല. ഗ്രേപ്പ് ജ്യൂസ് ഉണ്ടോ? ഒരു ഗ്രേപ്പ് ജ്യൂസ്, ഗ്രേപ്പ് ജ്യൂസ്, മുന്തിരി ജ്യൂസ്. രസമുള്ള തിന്നാന്തള്ളേ. അതന്നെ ഞങ്ങൾക്ക് എല്ലാം ഇഷ്ടമാണ്. അപ്പോൾ രസമുള്ള ഏതാണ്? ലവി പൈസ നോക്കൂല, ഫുഡ് മാത്രം നോക്കുള്ളൂ. ലവീന് കൺഫ്യൂഷനായി, ഫുള്ള് രസം ഉണ്ടായിരുന്നപ്പോൾ. ഇതിൽ പഠിക്കണ്ടതൊക്കെ. ഈ പിസ്സന്റെ ബേസ് മറ്റേ കട്ടിയുള്ളവൻ ബ്രെഡാ? പിസ്സയിലാക്കണല്ലേ ജലീയത്തിൽ ചിരിച്ചാണല്ലോ. ഏറ്റവും മൂവികളുള്ള അതിൽ വെജ്, മാക്രോണി, വെജ്, മഷ്റൂം, കോണ്, ചിക്കൻ, ബാർബിക്യൂ എല്ലാം കൂടെ മിക്സ് ആയിട്ട് വരുന്നതാണ്. അപ്പോൾ ചിക്കൻ ഉണ്ട്, ഇതെല്ലാം ഓരോ ഫ്ലേവർ, എല്ലാം ഒരേ സൈസ്, എല്ലാം ഓരോ ക്വാണ്ടിറ്റിയാണ്. ടോപ്പിക്സ് മാത്രം മാറും. ചിക്കൻ ആകുമ്പോൾ ചിക്കൻ മാത്രം, ബാർബിക്യൂ ആകുമ്പോൾ പിന്നെ കോണ്, സ്വീറ്റ് കോൺ, മഷ്റൂം മാത്രം. സൂപ്പിൽ ഇതെല്ലാം എല്ലാം നമുക്കെന്ത് പോലോ പറഞ്ഞൂടെ. ലവി എന്ത് കാര്യം ഇപ്പം ചൂടാവും. ഇത് രസമുള്ളതാന്ന് പറഞ്ഞേ. അല്ലേ സൂപ്പ് സ്പെഷ്യല് കോണില്ലാതെ സൂപ്പ്. കോൺ ഇഷ്ടമല്ല എനിക്ക് കുടിക്കാൻ പറ്റില്ല. ലൈവുണ്ട്, ലൈമില്ല, ലൈമ് നിന്റെ മകളല്ല, അതല്ല മധുരം കോണില്ലാതെ ഇടാക്കാൻ പറ്റില്ല. ബീച്ചിൽ ഫുൾ സെറ്റപ്പ് കൊടുന്നു. സ്റ്റീൽ ഗ്ലാസ് ഞാൻ പറയാൻ ശ്രീവാസ അത്രയും വലിയ റെസ്റ്റ്. എന്ത് സ്ഥലം ഉണ്ട് അവിടെ, വൻ സെറ്റപ്പ് ഒക്കെ ഫുൾ സെറ്റപ്പ് ആയിട്ട് സ്റ്റീൽ ഗ്ലാസ് കൊടുത്തു. വില നല്ല വിലയുള്ള സ്റ്റീൽ ഗ്ലാസ് ആണെങ്കിലോ എത്ര വില ഇംപ്രഷൻ. ഇനിയുള്ള സ്വർണ്ണത്തിന് ഗ്ലാസ് വെച്ചാലും വില പോകും. അതിനൊരു സ്റ്റാൻഡേർഡ് ഉള്ള സാധനമാണ്. ഇത് മെറ്റൽ കൊണ്ടു വെക്കുന്നത് അതന്നെ. ഇത് എന്ത് അധികാരം അവിടെ ഉള്ളു അല്ലേ? ഇവിടെ അല്ലേ അല്ല അതന്നെ. അത് അത്രയും വലിയ ഹോട്ടലിൽ സ്റ്റീൽ ഗ്ലാസ്സല്ലോ. സ്റ്റീൽ ഗ്ലാസ് പറഞ്ഞിട്ട് കാര്യം. സൂപ്പി കുറച്ച് എസ്തെറ്റിക്, ഇത് പിന്നെ സാധാരണ അറിവുള്ള ആൾക്കാർ നിന്നാൽ നമുക്ക് അറിവ് കൂടും. മനസ്സിലല്ലേ? അതങ്ങനെ അതാണ് നിങ്ങളിങ്ങനെ എൻ്റെ അറിവിങ്ങനെ കൂടി വരുന്നുണ്ട്. കേരളത്തിൽ ആദ്യത്തെ തന്താന്ന് വിചാരിച്ചോണ്ട്
തീയാണ്ടി കേരളത്തിൽ ആദ്യത്തെ തീയാണ്ടി ഇവിടെ ഫസ്റ്റ് ഇത് സൂം ചെയ്യാൻ പറ്റില്ലല്ലേ. തീയാണ്ടി എന്താ തന്ത് കേരളാണോ? ആൻഡ്രോയിഡ് എഴുതിച്ചല്ലേ ആ മറ്റേ സാധനം ഇട്ട് വിളിക്കുന്നത് പുതിയൊരു അറിവ് പഠിച്ച് ഹാഷ്ടാഗിൽ നമ്മൾ ലെറ്റേഴ്സ് ഇട്ടാൽ രസം ഉണ്ടാവും. മറ്റേ ആൻറ്റിൻ്റെ ഇങ്ങനെയുള്ളതാണ് അഡ്രസ്സ്. ആ വേറെ സ്പെഷ്യൽകാരറ്റ് വന്നാൽ ഹാഷ്ടാഗ് ബ്രേക്ക് ആവും. ഇത്രയും അറിവുകളൊക്കെ ഇങ്ങനെ വരാറുണ്ടല്ലേ. ഇൻസ്റ്റാഗ്രാമിൽ ലബീബ് പറഞ്ഞ വേറൊരു ഇൻഫ്ലുവൻസർ ഉണ്ട്. അത് കഴിഞ്ഞാൽ പിന്നെ റാസി. അതെ അവിടെ ഉണ്ടാക്കലുണ്ട്. കഴിഞ്ഞ് വരുമ്പോൾ ക്ഷീണം രാവിലെ നീച്ചിട്ട് ഇങ്ങനെ ക്ഷീണം വരാം. ഒരു വർക്കൗട്ട് ഉണ്ട് ചാൻസുള്ള സാധനം കയറുന്നില്ല. വർക്കൗട്ട് ചെയ്താൽ തൊഴിലുള്ള വിഷയം ക്ഷീണിക്കും. നല്ല ക്ഷീണം. അത് ഫിസിക്കലി അല്ല, നമ്മൾ മെൻ്റലി ഭയങ്കര എക്സോസ്റ്റഡ് ആവും. അങ്ങനെ ഒരു ബ്ലഡ് ഫ്ലോ നടക്കാത്തതുകൊണ്ട് ഇതൊക്കെ അങ്ങനെ തന്നെ അതുകൂടി സെറ്റാകാൻ പറ്റും. ഷുഗറാണല്ലോ ഇന്നലെ വലിയ രാത്രി അതങ്ങനെ എനിക്ക് പ്രസൻറ്റേഷൻ ഉണ്ടാക്കണം. ചെക്കൻ മറ്റേ പെണ്ണ് കാണാൻ പറ്റൂലേ അവൻ അതേപോലെ താരം കൊടുത്തേ ഇങ്ങനെ ഞാൻ അവിടുന്ന് എടുക്കണം എന്ന് വിചാരിച്ചാ അത് കിട്ടില്ല. അതെ എത്ര ബൈക്കുന്ന വരുമാനം വരണം? 5 ബൈക്കുന്ന വരുമാനം വരണം. അതായത് ഒരു വഴി പറഞ്ഞാൽ ഒരു വഴി നമ്മൾ ഒരു ചെറിയ കടം തുടങ്ങാം. അതെ കടം ചെയ്ത് തുടങ്ങാം. വേറൊരു ഓൺലൈൻ ബിസിനസ്, ജോലി, പിന്നെ പിന്നെ ഒരു ഇൻവെസ്റ്റ്മെന്റ്. ഒരു വഴിയും കൂടി വേണമല്ലോ. 4 വഴി ആയിട്ടുള്ളൂ. വേറെ കട അല്ലെങ്കിൽ എന്തെങ്കിലും. ആ നമ്മൾ ജോലി എന്ന് പറയുമ്പോൾ എന്താ പറയുക, ജോലി നമ്മൾ റൂട്ടിങ് റെഡിയാക്കാനാണ്. അതെ പക്ഷെ ഡിപ്പെൻസ് അപ്പോൺ ദി കമ്പനി. അതെ ഡിപ്പെൻസ് അപ്പോൺ കമ്പനി. ഞാൻ പോയ കമ്പനിയിൽ നല്ല ഡ്രസ്സില്ലാതെ സുഖമായിട്ട് പണിയെടുത്ത് പോയി. സ്ട്രെസ് എടാ എല്ലാ വാക്കുകളും എനിക്ക് ശരിയാക്കി തരും. ദാറ്റ്സ് ലബീബ് ഇത് പിന്നെ ഫുൾ ടൈം ഒരു ക്യാമറ ഓണാക്കി അതിൻ്റെ മടിയാണ്. പിസ്സ 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 പിസ്സ. ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ നമ്മൾ ഇൻസ്റ്റയിൽ ചോദിച്ച് നമ്മളപ്പോൾ ഒന്ന് ചെറിയൊരു റോളിൽ അഭിനയിക്കുമെന്ന്. ഒരു ഇതും മയമില്ലാതെ ഇല്ല അഭിനയിക്കില്ലാന്ന്. കോളേജിൽ നിന്ന് കുറച്ച് കുട്ടികൾ അവനോട് സാർ ഒന്ന് അഭിനയിക്കുക വെച്ചപ്പോഴത്തേന് ചാടി വീന്നാണ്. ഇൻസ്റ്റാഗ്രാമിൽ ഓരോ കോളേജിൻ്റെ ഇതിൽ ഒരു വീഡിയോയിലൊക്കെ ഉണ്ട്. മൾട്ടി വസന്തം ആരെ? അതെ മൾട്ടി വസന്തം നല്ല പേരാണ്. നമുക്ക് വേണം ഇട്ടാലോ ഒരു ടാഗിലിന് നമുക്ക് മൾട്ടി കളർ ഫംഗസ് നല്ല പേര്. ജ്യൂസ് വന്നു. ജ്യൂസിൽ മുന്തിരി ജ്യൂസാണ്. നമ്മളൊന്ന് തിരിച്ച് കോഴിക്കോട്ട് പ്രിയദർശനല്ല സാധ്യയില്ല. പക്ഷെ അവര് അതിൽ ചോദിക്കണ്ട എത്ര അറിയാനേ എണ്ണ അറിയാനേ. ഞാൻ ചോദിച്ചു പെണ്ണുങ്ങളുടെ പൈസ കൊണ്ടുവച്ചാൽ അല്ല മോളിന് ചോദിക്കുന്നത്. മധുരമില്ലാത്ത മിന്നിലേക്ക് എന്താ കണ്ട തിരിച്ചാ എന്തോ ആണ് എനിക്കൊല്ല അറിയുന്നില്ല. മുന്തിരി ജ്യൂസ് മധുരമില്ലാത്ത മിൻറ്റ് ലൈം ഷുഗർ ഡയറ്റാണ്. പക്ഷേ പിസ്സ ചോറ് ഒക്കെ നല്ല അടിച്ച് കയറ്റി നിന്നു. രണ്ട് പീസ് ഏതാ തീറ്റന്നേ ഡയറ്റാണല്ലോ. നല്ല മധുരമില്ലാത്ത ലൈമും 2 പീസ് ഡയറ്റ്. പറ്റണത്ര ഒഴിവാക്കാന്നാണ്. അതെ പിസ്സ ഹെൽത്തിയാണ്. കാരണം എന്താ ചിക്കനും
ചിക്കനും സാധനങ്ങളൊക്കെ ആണ് ഉള്ളത്, അതുകൊണ്ട് ഈ പിസ്സ അല്ലേ. ഞാൻ കൊടുക്കാം ഞാൻ കൊടുക്കാം ഞാൻ കൊടുക്കാം ഞാൻ കൊടുക്കാം. അത് 400 രൂപ കേട്ടോ. 200 കൊടുക്കില്ല, ഞാൻ കൊടുത്തില്ല. ഓ അത് ഞാൻ അയക്കണം. കൊടുക്കേ. ഞാൻ അങ്ങനെ ചോദിച്ചാൽ പറഞ്ഞത്. നമ്മൾ അവിടുന്ന് ഇറങ്ങി, നല്ല അടിപൊളി ഫുഡ്. എന്താ പിസ്സയുടെ അഭിപ്രായം? പിസ്സ കൊള്ളാം. ഇത് കൊള്ളാം, മുന്തിരി ജ്യൂസ് കൊള്ളാം, അങ്ങനെ പറയട്ടുള്ളൂ. അതാട്ടെ കട ഇവിടെ, അവിടെ ഉണ്ട്. സോസ് അല്ലേ? സൂപ്പ് സോസ് അല്ല, കച്ചം. സൂപ്പ് കട, സൂപ്പ് കേക്ക്, സൂപ്പ് കഫേ. സംഭവം കൊള്ളാം. കൂപ്പിള കഴിക്കാം.